വോട്ടർ പട്ടിക വിവാദം കത്തിപ്പടർന്നതോടെ തൃശൂരിലെ ബി.ജെ.പി. വിജയത്തെക്കുറിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര ആരോപണവുമായി തൃശൂർ ഡി.സി.സി. പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പിനു വേണ്ടി തൃശൂരിൽ വോട്ട് ചേർത്തു. വോട്ടെടുപ്പിന് ശേഷം ഈ വീട് വിട്ടുപോയി. ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ് സുരേഷ് ഗോപിയും കുടുംബവും അനിയന്റെ കുടുംബവും വോട്ട് ചേർത്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് ബോംബെ കേന്ദ്രീകരിച്ച കമ്പനിക്ക് കൊടുത്തെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂരിൽ ഒരു ബൂത്തിൽ 25 മുതൽ 45 വരെ വോട്ടുകൾ ക്രമക്കേടിലൂടെ കടന്നുകൂടിയിട്ടുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. ബഹുമാന്യനായ MP ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ നിയോജക മണ്ഡലത്തിൽ വോട്ട് ചേർത്തിയത് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് പട്ടികയിൽ 1016 മുതൽ 1026 വരെയുള്ള 11 വോട്ടുകളാണ് അദ്ദേഹം ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ അതായിട്ട് അദ്ദേഹം വോട്ട് ചേർത്തിയത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ വീട് ബോംബെ ബേസ്ഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയും ഇപ്പം ആ വീട്ടിൽ ഇവരാരും താമസില്ല. ഇവരുടെ നമ്പറുകൾ അടിച്ചു നോക്കിയപ്പോൾ ഈ വീട്ടിൽ ഇപ്പോഴും വോട്ടുണ്ട്. ആ വീട്ടിൽ താമസക്കാർ ഇവരല്ല. ഇത് വാങ്ങിയ ആൾക്കാരുടെ 2 പേരാണ് ഇന്ന് ആ വീട്ടിൽ താമസം. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടിൽ തന്റെ ആരോപണങ്ങൾ തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ VS സുനിൽകുമാറിന്റെ മറുപടി. വിവിധ ഘട്ടങ്ങളിലായി LDF തന്നെ 3 പരാതി നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പരാതി എവിടെ പോയെന്ന് വരണാധികാരിയായിരുന്ന കൃഷ്ണതേജ മറുപടി പറയണം. അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷമാണ് ക്രമക്കേടുകൾ തിരിച്ചറിയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വിശദീകരണം അടിസ്ഥാനരഹിതമാണെന്നും സുനിൽകുമാർ പറഞ്ഞു. തോൽവിക്ക് പിന്നാലെ പരാതിയുണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. ഇവിടെ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഞങ്ങൾ പരാതികളൊന്നും കൊടുത്തിട്ടില്ലെന്നും യഥാസമയം പരാതി കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്ന നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ പെറ്റീഷൻ കൊടുത്തിട്ടില്ല എന്ന നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വോട്ട് ചേർത്തതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തിയിരുന്നു. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ്. അത് അദ്ദേഹം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ശരിയായിട്ടുള്ള ഒരു രീതിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൃശൂരിൽ നിന്ന് നടരാജ് പരശുറാം ചേരുകയാണ്. നടരാജ്, രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശൂരിലും സമാനമായ പരാതി ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. കോൺഗ്രസ് അതിശക്തമായി തന്നെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഉന്നയിക്കുകയാണ്. അതിലിപ്പോൾ CPIയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് വരുന്നത്? ഏത് രീതിയിലൊരു ക്രമക്കേട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഉണ്ടായി എന്നാണ് അവർ ഉന്നയിക്കുന്നത്? ദിവ്യ, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഈ വിഷയം കത്തിപ്പടരുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങളാണ് 2 ഭാഗത്തു നിന്നും വരുന്നത്. സുരേഷ് ഗോപിയും കുടുംബവും അനിയന്റെ കുടുംബവും വോട്ട് ചേർത്തത് ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ്. ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് ഒരു ബോംബെ കേന്ദ്രീകരിച്ച കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നും ഇവർക്ക് ഇപ്പോഴും ഈ വിലാസത്തിൽ വോട്ടുണ്ടെന്നും ഇവിടെ താമസിക്കുന്നത് മറ്റു ചിലരാണെന്നും ഇവർ ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചേർത്തത് ശേഷം സുരേഷ് ഗോപിയും കുടുംബവും അവിടെ നിന്നും പോയെന്നും ഇത് ധാർമ്മികമായി ശരിയല്ല എന്നുമാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറയുന്നത്. പുതിയ വോട്ടർ പട്ടികയിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും പേരെ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ 116 നമ്പർ ബൂത്തിൽ ഏതാണ്ട് സുഭാഷ് ഗോപി, ഗോകുലസ് നായർ, ഭാഗ്യ നായർ, ഇന്ദിരാ രാജശേഖരൻ, രാധിക സുരേഷ്, സുരേഷ് ഗോപി, മാധവ് സുരേഷ്, ഭവാനി, കേശവ് എസ്, കല്യാണി എസ് ഇവരുടെയൊക്കെ പേരുകളിലാണ് വോട്ടുണ്ടായിരുന്നത്. ഒരു ബൂത്തിൽ ഇത്തരത്തിൽ 25 മുതൽ 45 വരെ വോട്ടുകൾ ക്രമക്കേടുകൂടെ കടന്നുകൂടിയിട്ടുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. സമാനമായ രീതിയിലാണ് സുനിൽകുമാറിന്റെ ആരോപണവും വരുന്നത്. സുനിൽകുമാർ പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താൻ അന്ന് ഉന്നയിച്ച കാര്യങ്ങൾ
അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നു. കൃഷ്ണതേജ മുൻ ജില്ലാ കളക്ടർക്ക് തങ്ങൾ നൽകിയ പരാതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം പോലും വ്യക്തമല്ലെന്നും 3 പരാതികളാണ് വിവിധ ഘട്ടങ്ങളിലായി നൽകിയതെന്നും വി എസ് സുനിൽകുമാർ അന്നത്തെ LDF സ്ഥാനാർത്ഥി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വിശദീകരണം അടിസ്ഥാനരഹിതമാണെന്നും അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷമാണ് ക്രമക്കേടുകൾ തിരിച്ചറിഞ്ഞത്, അതുകൊണ്ട് സാങ്കേതികമായി പരാതിപ്പെടാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നും ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നുമുള്ള ഗുരുതരമായൊരു നിലപാട്, ഗുരുതരമായ ആരോപണം സുനിൽകുമാർ ഉന്നയിക്കുന്നു. എന്തായാലും തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഈ വിഷയം വലിയ രീതിയിൽ കത്തിപ്പടരുകയാണെന്ന് പറയാം. BJP ഒരു സാധാരണ ഡിഫൻസ് എടുക്കുന്നത് ഒഴിച്ചാൽ, ഇവരെയൊക്കെ തന്നെ സുനിൽകുമാർ മാനസിക രോഗിയാണെന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ ജില്ലാധ്യക്ഷൻ നടത്തിയത് ഒഴിച്ചാൽ കാര്യമായ വിശദീകരണത്തിന് ഇക്കാര്യത്തിൽ മുതിർന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടായിരുന്നോ ഇവർ ഈ വീട്ടുപേരിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്? സുരേഷ് ഗോപി മുമ്പ് തൃശ്ശൂരിൽ താമസിച്ചിരുന്ന ആളല്ല. അതിനുശേഷമാണ് അദ്ദേഹവും കുടുംബവും മത്സരിക്കാനും മറ്റു രംഗത്തിനുമായി തൃശ്ശൂരിലെത്തിയതും വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടിയതൊക്കെ തന്നെ. അദ്ദേഹം കൊല്ലം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം താമസിക്കുകയും മറ്റും ചെയ്തിരുന്നത്. സിനിമ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനായി അദ്ദേഹം തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ തന്നെ താമസമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതോടുകൂടി ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ഓഫീസും വീടുകൊണ്ട് അദ്ദേഹം വന്നു പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ സ്വാഭാവികമായും ആ സമയത്താണ് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഇവർ താമസമില്ല ഇവിടെ. ഇത് ധാർമ്മികമായി ശരിയല്ല എന്നും ഇതുപോലെ മണ്ഡലത്തിൽ താമസമില്ലാത്തവർ, മണ്ഡലത്തിൽ പെടാത്തവരെ പല ബൂത്തിലും പല സ്ഥലത്തിലും തിരികെ കയറ്റിയതും ഇവരൊക്കെ തന്നെ